ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്ന സംവിധാനമേത്? റീജിയണൽ റൂറൽ ബാങ്കുകൾ. ട്രസ്റ്റിഷിപ്പ് എന്ന സാമ്പത്തികാശയത്തിന്റെ ഉപജ്ഞാതാവാര്? ഉത്തരം ഗാന്ധിജി. ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമേത്? 1952. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ലോക്സഭയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ആകെ മണ്ഡലങ്ങൾ എത്ര? 84. ലോക്സഭയിലെ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ആകെ മണ്ഡലങ്ങൾ 84. ഇന്ത്യയിൽ വോട്ടവകാശം ഏതു തരം അവകാശത്തിന് ഉദാഹരണമാണ്? ഭരണഘടനാപരമായ അവകാശം. ഇന്ത്യയിലെ വോട്ടവകാശം ഏതുതരം അവകാശത്തിന് ഉദാഹരണമാണ്? ഭരണഘടനാപരമായ അവകാശം. വോട്ടർ പട്ടികയിലെ പേര് ചേർക്കൽ, പേര് നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥനാര്? ബൂത്ത് ലെവൽ ഓഫീസർ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ കണ്ടെത്തൽ എന്നറിയപ്പെടുന്ന നടപടിക്രമമേത്? ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ കണ്ടെത്തൽ എന്നറിയപ്പെടുന്ന നടപടിക്രമമാണ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം ആരാണ് കൈക്കൊള്ളേണ്ടത്? സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ അതിൻ്റെ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സുപ്രീം കോടതിയാണ്. സംസ്ഥാന വികസന കൗൺസിലിന്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. സംസ്ഥാന വികസന കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാര്? 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാര്? MS വിജയാനന്ദ്. താഴെ പറയുന്നവയിൽ ഹരിത കേരളം മിഷന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്ന പേരെന്ത്? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്ന പേരെന്ത്? ആയുഷ്മാൻ ഭാരത്. സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ. അടുത്ത ചോദ്യം, ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗമേത്? ജീവൻ രക്ഷാ മരുന്നുകളായിട്ടുള്ള സ്റ്റിറോയിഡുകൾ തുടർച്ചയായിട്ട് അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗമാണ് ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അമിതോപയോഗം, പുകവലി, വ്യായാമക്കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഏത് ജീവിതശൈലി രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? അതിരക്തസമ്മർദ്ദം. വൃക്കകളിൽ ഉണ്ടാകുന്ന ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ. 60 വാട്ട് പവർ ഉള്ള ഒരു ഫാൻ 2 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഊർജം 0.12 kW/h. അടുത്തത്, പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് പ്രസ്. പാസ്കൽ ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് പ്രസ്. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ സംവിധാനം മാത്രം തീ പിടിക്കുന്നതാണ്. അടുത്തത്, സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനായിട്ട് അതിൽ ചേർക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. സിമന്റിന്റെ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കാനായിട്ട് അതിൽ ചേർക്കുന്നത് ജിപ്സമാണ്. എൻഡോസൾഫാൻ ഏതിനത്തിൽപ്പെട്ട കീടനാശിനിയാണ്? ഓർഗാനോക്ലോറൈഡ് ആണ്. എൻഡോസൾഫാൻ ഏതിനത്തിൽപ്പെട്ട കീടനാശിനിയാണ്? ഓർഗാനോക്ലോറൈഡ്. മലയാളത്തിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ ശരിയായ ക്രമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT ONV അക്കിത്തം. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം. ചുവടെ പറയുന്നവയിൽ കാൻഫെഡിന്റെ പ്രവർത്തനം ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല ഏത്? അനൗപചാരിക വിദ്യാഭ്യാസം. ചുവടെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കഥകളിയുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച മലയാള കവി കുമാരനാശാനാണ്. അടുത്തത്, ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമേത്?
ഇന്ത്യക്ക് അകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ലോകത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിക്കപ്പെട്ട അധ്യാപികയാര്? ലോകത്തിൽ ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിക്കപ്പെട്ട അധ്യാപികയാണ് ബിയാട്രിസ്. ആരാണ്? ബിയാട്രിസ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ജോഹാനസ്ബർഗ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ജോഹാൻസ്ബർഗ്. അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് എസ് മണികുമാർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് എസ് മണികുമാർ. 2022 JC ഡാനിയൽ അവാർഡ് നേടിയത് KP കുമാരനാണ്. KP കുമാരൻ. പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ അഥവാ PMSSM എന്ന് നാമകരണം ചെയ്യപ്പെട്ട പദ്ധതിയാണ് ഹരിയാലി. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അടിത്തട്ട്. ഏതാണ്? അടിത്തട്ട്. ചാന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്ന്? ചാന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂലൈ 14നാണ്. 2023 ജൂലൈ 14നാണ്. 2023 ഏപ്രിലിൽ സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമായ രാജ്യം? 2023 ഏപ്രിലിൽ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയിൽ അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ്. ഏതിനം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് NVS-1? ഏതിനം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് NVS-1? ഉത്തരം നാവിഗേഷൻ ഉപഗ്രഹം. ഉത്തരം നാവിഗേഷൻ ഉപഗ്രഹം. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സിദ്ധാരാമയ്യ? ഉത്തരം കർണാടക. സബ്മിഷൻ എന്നതിൻ്റെ മലയാള പരിഭാഷ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. സമർപ്പണം. സബ്മിറ്റ് ചെയ്യാന്നൊക്കെ പറയാറുണ്ടല്ലോ. സമർപ്പണം. ചുവടെ ചേർത്തിരിക്കുന്ന വാക്യങ്ങളിൽ അനുപ്രയോഗം ചേർന്ന് വരുന്നത് ഏത്? എൻ്റെ പേന കളഞ്ഞുപോയി. അടുത്തത്, ഒരു ക്ലാസ് D ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള തീയാണ് കെടുത്താൻ കഴിയുക? ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ഒരു ക്ലാസ് D ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ചിട്ട് കെടുത്താൻ കഴിയുന്നത്. സൂര്യനിൽ നിന്നുള്ള ചൂട് നമ്മളിലേക്ക് എത്തുന്നത് ഏത് രീതിയിലൂടെയാണ്? ഉത്തരം വികിരണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് തീപിടുത്തമാണ് ക്ലാസ് Eയിൽ പെടുന്നത്? ഇലക്ട്രിക് വയറുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ, കേബിളുകൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തം. ഏത് തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് വാതകം മൂലമുണ്ടാകുന്ന തീപിടുത്തം നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായത്? ഡ്രൈ കെമിക്കൽ പൗഡർ. ഡ്രൈ കെമിക്കൽ പൗഡർ. ഒരു ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷർ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ബാൻഡിൻ്റെ കളർ താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷർ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ബാൻഡിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രീമാണ്. ക്രീം കളറാണ്. 1 കിലോ ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിഫിക് മൂല്യം. 1 കിലോ ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിഫിക് മൂല്യം. താഴെ പറയുന്നതിൽ ഏത് പദാർത്ഥത്തിനാണ് ഏറ്റവും ഉയർന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത്? വജ്രത്തിനാണ്. ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് വജ്രത്തിനാണ്. ഒരു കെട്ടിടത്തിൽ സ്മോക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സീലിങ്ങിന് സമീപമാണ്. സീലിങ്ങിന് സമീപമാണ്. ഒരു കെട്ടിടത്തിൽ സ്മോക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് സീലിങ്ങിന് സമീപമാണ്. എവിടെയാണ്? സീലിങ്ങിന് സമീപമാണ്. അടുത്തത്, ഒരു ഇവാക്വേഷൻ പ്ലാനിൻ്റെ ഉദ്ദേശ്യം എന്ത്? ഒരു ഇവാക്വേഷൻ പ്ലാനിൻ്റെ ഉദ്ദേശ്യം എന്ത്? അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ. അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായിട്ട് നേരിടാൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ സ്വയം കത്തുന്ന വാതകം ഏത്? സ്വയം കത്തുന്നത് ഹൈഡ്രജനാണ്. സ്വയം കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്ത ചോദ്യം, ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്ററിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഫലപ്രദമായി താളം പുനരാരംഭിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്ന ഒരു വൈദ്യുത ആഘാതമാണിത്. നെഞ്ചുവേദനയുണ്ടെന്ന് പറയുന്ന ഏതൊരു വ്യക്തിയിലും ഇത് ഉപയോഗിക്കാം. വൈദ്യുതിയുടെ സഹായമില്ലാതെ ഹൃദയതാളം പുനരാരംഭിക്കാൻ ഇത് ഉപയോഗിക്കാം. കുട്ടികളിൽ സാധാരണയായി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കാറില്ല. ഇതിൽ ഒന്നാമത്തെയാണ് ശരി.